തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ശേഷം ഇപ്പൊ നിയമസഭയിലെ ഇലക്ഷനും കൂടെ വരാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തില് വളരെ നേരത്തെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ വളരെ നേരത്തെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മികച്ച വിജയത്തിന് വേണ്ടിയിട്ട് UDF പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്? അല്ല, അത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അങ്ങനെയായിരുന്നല്ലോ. മുന്നൊരുക്കം എന്ന് പറയുന്നത് 1 വർഷം മുൻപ് തന്നെ UDF നടത്തി. ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വിധത്തിൽ ഈ പറയുന്ന പോലെ ഓരോ മേഖലയിലും ചുമതലകൾ ഏൽപ്പിച്ച ഓരോ നേതാക്കന്മാർക്ക് കൊടുത്തു. കോർപ്പറേഷനുകൾ 6 കോർപ്പറേഷനുകൾക്കും പ്രമുഖരായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള എല്ലാവർക്കും 6 പേർക്ക് കോർപ്പറേഷൻ 6ന്റെ ചുമതല കൊടുത്തു. അതിന്റെ ഫലം നമ്മൾ കണ്ടു. 4ഉം അതിനകത്ത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. കോഴിക്കോട് പോലെ ഏറെക്കാലം LDF CPM ആധിപത്യം പുലർത്തുന്ന കോർപ്പറേഷനിൽ അവർക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതാക്കുന്ന തലത്തിലേക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. കഴിഞ്ഞ തവണയൊക്കെ 17 സീറ്റൊക്കെ ഉള്ളെങ്കിൽ ഇപ്പൊ തവണ 28ലേക്ക് പോയി. 7 വാർഡുകളുടെ ഒരു വ്യത്യാസത്തിനാണ്, 7 സീറ്റുകളുടെ വ്യത്യാസത്തിനാണ് കോൺഗ്രസിന് ഭരണം നഷ്ടമായത്. അതൊക്കെ തന്നെ തുച്ഛമായ വോട്ടുകൾക്ക് തോറ്റതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. മൊത്തത്തിൽ നോക്കുമ്പോഴും ഗ്രാമപഞ്ചായത്ത് തലത്തിലാണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും എല്ലാം സർവ്വ തലങ്ങളിലും ഈ 5 തലങ്ങളിലും മികവാർന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞു. അത് ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. 1 വർഷം മുൻപ് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് നടത്തിയിരുന്നു. ഒപ്പം തന്നെ UDF എന്നുള്ള സംവിധാനം ഒരു പാർട്ടിയായിട്ട് തന്നെ മാറി. ടീം UDF എന്ന തലത്തിൽ അത് വെറും വാക്കിലുള്ളതല്ല. VD സതീശൻ എപ്പോഴും പറയും ടീം UDF എന്ന്. അപ്പോൾ നമ്മളെല്ലാം വിചാരിക്കും എന്താണിതെന്നൊക്കെ പലരും പുച്ഛിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങനെയല്ല. എന്താണോ ആ വാക്കിൽ അടങ്ങിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും പ്രാവർത്തികമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നമ്മൾ കണ്ടത്. താഴെത്തട്ട് മുതൽ ഓരോ വാർഡുകളിലും UDF എന്നുള്ള സംവിധാനം പ്രവർത്തിച്ചിരുന്നു. അവിടെ തന്നെ ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥി നിർണയം ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റി ഈ പറയുന്ന UDF എന്നുള്ള സംവിധാനം ചർച്ച ചെയ്തു, ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് പതിവില്ലാത്ത വിധം മുൻകാലങ്ങളിലെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആപേക്ഷികമായി വളരെ കുറവാണ് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ 4-5 മാസമേ ഉള്ളൂ. അതായത് ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്ത്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ, അതായത് LDF ഒക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരിക്കലും വിജയം, അതായത് നിയമസഭയിൽ ഇത് ആവർത്തിക്കില്ല എന്നുള്ള ആ തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് ഒരു കവച്ചു വെക്കുന്ന ഒരു പ്രകടനം തന്നെയായിരിക്കും UDFന്റെ. തീർച്ചയായിട്ടും. കാരണം UDFനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായിരുന്നു അല്ലെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ്, സെമി ഫൈനലാണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുന്നിൽ നയിച്ചു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടാൽ അദ്ദേഹം എല്ലാ കാലത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണെങ്കിലും അതിന് മുൻപാണെങ്കിലും UDF ഉജ്ജ്വല വിജയം നേടുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞിരുന്നു. അത് ഫലത്തിൽ വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം വേണം എന്നുള്ള എത്രത്തോളം UDF ആഗ്രഹിച്ചിരുന്നത് നമ്മൾ പിന്നീട് ആ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ്. അപ്പോൾ ആ വിജയം അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ UDFന് സാധ്യമല്ല. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ച് സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചാൽ മാത്രമേ ആ യാത്ര പൂർണ്ണമാവുകയുള്ളൂ. ഓരോ മണ്ഡലങ്ങൾക്കായിട്ട് പ്രത്യേകം അവരൊരു കാറ്റഗറൈസ് ചെയ്തിട്ട്. അതെയാണ്, അങ്ങനെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നാളെ UDF യോഗം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാക്കാനാണ്. അത് മുഖ്യ അജണ്ടയായിട്ടാണ് നാളത്തെ UDF യോഗം ചേരുന്നത്. അപ്പോൾ UDF ലക്ഷ്യമിടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുക. അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ സീറ്റ് വിഭജനമാണല്ലോ. UDFൽ നിരവധി കക്ഷികളുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ പ്രശ്നങ്ങളില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയുമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. എവിടെയെങ്കിലും ഒരു പൊട്ടലും ചുറ്റലും ഉണ്ടായാൽ അത് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് 140 സീറ്റുകളേ ഉള്ളൂ കേരളത്തില്. ആ 140 സീറ്റുകൾ ഈ പറയുന്ന UDFലെ കക്ഷികൾ, 7 കക്ഷികളുണ്ട്. അവർക്കെല്ലാം തന്നെ വിഭജിച്ചു കൊടുക്കണം. ഒരുപക്ഷെ ഇനി പുതിയ കക്ഷികൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. തള്ളിക്കളയാൻ കഴിയില്ല. ആ രീതിയിലാണല്ലോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ സീറ്റ് വിഭജന ചർച്ചകളാണ്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, RSP ഉണ്ട്, പിന്നെ അത്തരത്തിലുള്ള ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്. ഒരുപാട് ചെറിയ ചെറിയ പാർട്ടികളൊക്കെ തന്നെ ഉണ്ട്. അവരെയൊക്കെ തന്നെ അക്കോമഡേറ്റ് ചെയ്യണം. പിന്നെ ഈ പറയുന്നത് പോലെ
എന്താ പറയുക തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള PV അൻവറിന്റെ പാർട്ടി അതുവരെ അസോസിയേറ്റ് അംഗമായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തിടെ NDA വിട്ടുവന്ന CK ജാനുവിന്റെ പാർട്ടി അവരൊക്കെ തന്നെ UDF-ഉമായിട്ട് സഹകരിക്കാനും ഒക്കെ സന്നദ്ധമായിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒരുപക്ഷെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. അപ്പോൾ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക, അത് രമ്യമായിട്ട് തന്നെ അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ചർച്ചകൾ നാളെ നടക്കുകയാണ്. അത് കഴിഞ്ഞാല് ഈ പറയുന്നത് പോലെ ഓരോ മണ്ഡലാടിസ്ഥാനത്തിലും ഈ UDF-ന്റെ സംവിധാനം ശക്തിപ്പെടുത്തണം. അതിനൊരു സംവിധാനം വേണം. അപ്പൊ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും അവരുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ട് മുതൽ മുകളിലേക്ക് വരാനായിട്ട് വാർഡ് തലം മുതൽ അതിന്റെ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ച് വരണം. വാർഡ് തലങ്ങളിൽ കോർ കമ്മിറ്റികൾ രൂപീകരിക്കണം. ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിനൊരു തീരുമാനം എത്തേണ്ടതുണ്ട്. അപ്പൊ നാളത്തെ ചർച്ചയില് പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അജണ്ടയിൽ വരും. അത് തുടക്കമിടും. പിന്നീടെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ചാണെങ്കിലും ഈ 140 മണ്ഡലങ്ങളെയും 3ആയിട്ട് വിഭജിക്കുക എന്നുള്ളതാണ്. ഉറച്ച സീറ്റുകൾ ഒരു വിഭാഗമുണ്ടല്ലോ, ഉറച്ച സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. അപ്പം പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാല് ശ്രമിച്ചാൽ ജയിക്കാൻ കഴിയുന്ന, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ കഴിയുന്ന കുറെ മണ്ഡലങ്ങളുണ്ട്. അങ്ങനെയൊന്ന്. പിന്നെന്ന് പറഞ്ഞാൽ തോൽവി ഉറപ്പാകുന്ന ചില മണ്ഡലം, അത് നമുക്കറിയാമല്ലോ. ഈ പറയുന്ന പോലെ CPM-ന്റെ കോട്ടകളായിട്ടുള്ള ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ എത്ര മത്സരിച്ചെന്ന് പറഞ്ഞാലും അത് കിട്ടാൻ സാധ്യതയില്ലാത്ത ചില മണ്ഡലങ്ങളുണ്ട്. കണ്ണൂർ ഉൾപ്പെടെയുള്ള, നമ്മളത് കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറിയായിട്ട് തിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അപ്പോൾ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വന്നപ്പോൾ നമുക്കറിയാം ഒരു 80 നിയമസഭാ സീറ്റുകളിൽ UDF-ന് മേധാവിത്വം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പലതിലും നമുക്കറിയാം കഴിഞ്ഞ തവണ എത്രയാണ് കിട്ടിയത്? 41 സീറ്റുകൾ മാത്രമാണ് UDF-ന് ലഭിച്ചത്, അല്ലെ? അപ്പൊ ബാക്കി ഈ 80ലേക്ക് എത്തണമെങ്കിൽ 10, 30, 40 സീറ്റുകൾ വീണ്ടും ജയിക്കണം. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുമ്പോൾ നിലവിൽ CPM വലിയ മാർജിനിൽ വിജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ പലതിലും ഏതാണ്ട് 10 മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ UDF വലിയ രീതിയിൽ ലീഡിലേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മണ്ഡലങ്ങൾക്ക് പുറമെ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ തുച്ഛമായ വോട്ടുകൾക്ക് പിന്നിൽ പോയ കുറച്ച് മണ്ഡലങ്ങളുണ്ട്. മന്ത്രി VN വാസവന്റെ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളൊക്കെ 1000 പോലുള്ള വോട്ടുകൾക്കാണ് താഴെ നിൽക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ശ്രമിച്ചാൽ അവ കൂടി പിടിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഇത്തരത്തില് 3 കാറ്റഗറിയായിട്ട് തിരിച്ചുകൊണ്ട് ഒരു ശക്തമായ പ്രവർത്തനം നടത്തുക. UDF പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നത് തിളക്കമാർന്ന വിജയമെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത്. ആ തിളക്കമാർന്ന വിജയം എന്ന് പറയുന്നത് 100+ ആണ്. സതീശൻ എപ്പോഴും പറയും, ആ സീറ്റുകളുടെ എണ്ണം പറയുമ്പോൾ 100+ നേടിക്കൊണ്ട് അധികാരത്തിൽ വരണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് സതീശൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയ്ക്കും ആത്മവിശ്വാസം ഉണ്ട് ആ കാര്യത്തില്. ഇപ്പോൾ അദ്ദേഹത്തെ ചാണക്യൻ എന്നൊക്കെയാണ് പലരും അദ്ദേഹത്തെ പണ്ട് വിമർശിച്ചെഴുതി തള്ളിയ പലരും അദ്ദേഹത്തെ രാഷ്ട്രീയ ചാണക്യൻ എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്താണോ UDF-ന് ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത് അതേ രീതിയിലാണ് ആ റിസൾട്ട് വന്നിരിക്കുന്നത്. 4 കോർപ്പറേഷനുകൾ നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. 50-ലധികം മുനിസിപ്പാലിറ്റികൾ നേടുമെന്ന് പറഞ്ഞു. അതേപോലെ ഭവിച്ചു. 55% പഞ്ചായത്തുകൾ ലഭിക്കുമെന്ന് പറഞ്ഞു. 7 മുതൽ 8 വരെ അല്ലെങ്കിൽ 7 മുതൽ 9 വരെ ജില്ലാ പഞ്ചായത്തുകൾ ലഭിക്കുമെന്ന് പറഞ്ഞു. ബഹുഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ ആ രീതിയിലാണ് ഫലം പുറത്തു വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന ജനങ്ങളുടെ പൾസ് അറിയാനുള്ള ഒരു കഴിവുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നമ്മൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ്. ഏത് തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആ റിസൾട്ട് വന്നതും ആ ഭൂരിപക്ഷം വർദ്ധിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ചാണക്യനായിട്ടൊക്കെ തന്നെ പലരും പ്രതിഷ്ഠിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ നേതൃത്വത്തിൽ മുന്നോട്ട് പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വിജയം ഉറപ്പാണ് എന്ന ഈ UDF-നെ വിമർശിക്കുന്നവർ പോലും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാരണം നമുക്ക് ഇടതുപക്ഷമൊക്കെ വളരെയധികം കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്, പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം ഉറച്ചു നിന്നുകൊണ്ട് അണികളെയും പ്രവർത്തകരെയും എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോയ ഒരു നേതാവാണ് VD. അതെ, കാരണം കഴിഞ്ഞ 10 വർഷം നോക്കൂ. കഴിഞ്ഞ 10 വർഷത്തില് 2019, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഒഴിച്ചു നിർത്തിയാല് അത് ദേശീയ തലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പാണല്ലോ. ഈ സംസ്ഥാനത്തെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റു നിൽക്കുകയാണ് UDF. 2016, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 എണ്ണം അടുപ്പിച്ച് UDF തോൽക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നെ അവർക്ക് മേൽക്കൈ കിട്ടുന്ന തെരഞ്ഞെടുപ്പുകളാണ് 2010 ഒഴികെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മാനസികമായിട്ട് തകർന്നു പോയ ഒരു സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ നിലയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനകത്ത് പ്രധാന പങ്കുവഹിച്ച വ്യക്തികളിൽ ആദ്യത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് VD സതീശൻ തന്നെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വന്നതിന് ശേഷം ആദ്യത്തെ കടമ്പ ഇത്തരത്തിൽ UDF എന്ന് പറയുന്ന സംവിധാനത്തെ ഒരു എന്താ പറയുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക,
തോൽവിയിൽ തകർന്നു കിടക്കുന്ന ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് അതിന് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വി ഡി സതീശന്റെ ആ ഒരു നേതൃപാടവം അത് വലിയ രീതിയിൽ UDF-ന് മുതൽക്കൂട്ടാണ്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഉള്ള ഒരു നീക്കം നടക്കുന്നത്. അതിനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെയും UDF-ന്റെയും അണിയറയിൽ ഈ തന്ത്രങ്ങൾ നേതാക്കന്മാരുടെ തന്ത്രങ്ങളെല്ലാം തന്നെ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ തന്ത്രങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്ന ചർച്ചകളാണ് ഇനി മുന്നോട്ടുള്ളത്. ആ കാര്യങ്ങളായിരിക്കും നമ്മൾ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്.